ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ശ്രീഹരി അഷ്ടകം ചൊല്ലണം. ജയാനിൽ മകൾക്ക് ശ്രീഹരി അഷ്ടകം കേൾക്കുന്നത് ഇഷ്ടമാണ്. അതുമാത്രമല്ല, ജയാനിൽ കേൾക്കാൻ പറയുന്നതാണ്. മകളുടെ കുഞ്ഞമ്മയ്ക്ക് ആ നാമം അങ്ങോട്ട് കൊടുക്കണം. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരുമ്പോൾ അത് നോക്കി എഴുതിയെടുത്തിട്ട് അവർക്ക് കൊടുക്കണം. ഞാൻ നാളെ വിളിച്ചവൻ പറഞ്ഞായിരുന്നു ആ നാമം വേണമെന്ന്. അതുകൊണ്ട് നമുക്കത് നോക്കി വായിക്കുന്നില്ല, അത് താമസം എടുക്കും. നോക്കട്ടെ. അതിനകത്ത് ചില അക്ഷരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. തമോ നീല കായോ എന്നുള്ളത് തമം എന്ന് വെച്ചാൽ ഇരുട്ടാണ്. അപ്പോൾ എനിക്കൊന്ന് കായം ശരീരം, നീല നിറത്തിലെ ശരീരം, അത് നഭോ എന്ന് വെച്ചാൽ ആകാശമാണ്. അവിടെ തമോ നീല വെച്ചാൽ ചിലപ്പോൾ തെറ്റാവാം, എനിക്ക് അറിയത്തില്ല. ഇതിൽ കിടക്കുന്ന അങ്ങനെയാണ് കിടക്കുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് തെറ്റായിരിക്കും. ഞാൻ അപ്പോൾ നഭോ എന്നാണ് വായിക്കേണ്ടുന്നത്. എന്നാൽ എൻ്റെ വിശ്വാസം. ചിലപ്പോൾ അക്ഷരശകം ഉണ്ടാവുമല്ലോ, നമുക്കത് ചൊല്ലാം. ഒരു പുതിയ മകൾ ഗീത, ഡൽഹിയിൽ നിന്ന് കമൻസ് വന്നു. എൻ്റെ നമ്പർ വേണം മക്കളെ. ഗീത എന്ന് പറഞ്ഞ മകൾക്ക് വേണ്ടി 95 26 34 23 24 ഇതാണ് എൻ്റെ നമ്പർ. ഒന്നുകൂടെ നോക്കിക്കോ ശ്രദ്ധിച്ച്. 95 26 34 23 24. നമുക്ക് ഈ ശ്രീഹരിഷ്ടം ചൊല്ലാണ്ട് ഇവിടെ തമോ നീലകായെന്ന് കിടക്കും. തമം എന്ന് വെച്ചാൽ ഇരുട്ടാണ്. നഭോ എന്ന് വെച്ചാൽ ആകാശം. നഭസ് ആകാശമാണ്. അപ്പോൾ അതാവാം ശരി. ഇത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ത്രിലോകി വരിഷ്ടം എന്നുള്ളതായിരിക്കും. അവിടെ ക്രീ ആണ് കിടക്കുന്നത്. ഈ ത്രിലോകത്തിൻ്റെ ആണെങ്കിൽ ത്രീയാണ് വരേണ്ടത്. ഇവിടെ അതും ചിലപ്പം തെറ്റാവാം. അതും എനിക്ക് അക്ഷരപ്പശക് പൊതുവേ ഉണ്ട്. നമുക്ക് ചൊല്ലാം. ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നഭോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം സദാംഭോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽസന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ഹൃദാനേകരൂപം ഭജേഹം ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകേതും ത്രിലോകൈകസേതും ഭജേഹം കൃതാംനായ ഗാനം ഖഗാധീശയാനം വിമുക്തേർനിദാനം ഹദാരാതിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം സമസ്താമരേശം ദിരേകാഭകേശം ജഗൽബിംബലേശം ഹൃദാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം സുരാളി ബലിഷ്ടം ത്രിലോകീ വരിഷ്ടം ഗുരുണാം ഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം സദായുദ്ധധീരം മഹാവീരധീരം ഭവാംബോധിതീരം ഭജേഹം രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംപരീതം ഗുണൗഘൈരതീതം ഭജേഹം ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നഭോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം മക്കളെ, നമുക്ക് ഗോപസ്ത്രീകൾ കുഞ്ഞ് കണ്ണനായിട്ടിരുന്ന സമയത്ത് ഉണ്ണിയെടുത്ത് കണ്ണാ നൃത്തമാടു, അതുപോലെ തന്നെ താണുകളിക്കൂ,
കുഴഞ്ഞു കളിക്കുമെന്ന് പറയുമ്പോൾ കണ്ണൻ അതുപോലെ ചെയ്ത് കൊടുക്കുമായിരുന്നു. നമുക്കൊരു കുഞ്ഞ് കണ്ണനായിട്ട് കണ്ണനെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു പാട്ട് എഴുതിയത് അത് ചൊല്ലാം. ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കണ്ണാ, എൻ മുന്നിൽ വന്നിടണേ. ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ, എൻ മുന്നിൽ വന്നിടണേ. ആനന്ദക്കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ, എൻ മുന്നിൽ വന്നിടണേ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ, ഗാനം ഞാൻ പാടിത്തരാം. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ, ഗാനം ഞാൻ പാടിത്തരാം. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ, കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ, കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ. ആനന്ദക്കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ കൃഷ്ണ, എൻ മുന്നിൽ നൃത്തമാടൂ. ആനന്ദക്കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നൃത്തമാടൂ കൃഷ്ണ, എൻ മുന്നിൽ നൃത്തമാടൂ. കണ്ണ, എൻ മുന്നിൽ നൃത്തമാടൂ. ഭക്തമക്കളുടെ പേരുകളൊക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. രുക്മിണി മോഹൻ, രാധ, ജയ, അനിൽ. ജാനകി ടീച്ചറിന് ആ പാട്ട് എഴുതി കൊടുക്കണം മക്കളെ, എന്നോട് പറഞ്ഞിട്ടുണ്ട് വേണമെന്ന്. സ്മിത, സന്തോഷം മക്കളെ എല്ലാവർക്കും. രാധ, ശിവാനന്ദൻ, 2 രാധമാരുണ്ട്. ഒരു രാധ ശിവാനന്ദൻ അല്ലാത്തൊരു രാധയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാധ ശിവാനന്ദൻ വേറൊരു മകളാണ്, എന്നും എന്നെ വിളിക്കുന്ന മകളാണ്. ഇപ്പം പുതിയൊരു രാധയാണ് അടുത്തത്. അപ്പോൾ ശ്രീല, ബിജു, നിർമ്മല പവിത്രൻ, പ്രസന്ന, വിഷ്ണുപ്രിയ. നിർമ്മല പവിത്രൻ പറഞ്ഞു ശിവഭഗവാന്റെ പാട്ട് ഞാൻ എഴുതിയത് മക്കളെ, അത് അർത്ഥമൊക്കെ പറഞ്ഞു തന്നത് ഞാൻ തന്നെ എഴുതിയൊരു പാട്ടായതുകൊണ്ട് അർത്ഥമൊക്കെ പറഞ്ഞു തന്നത്. അതുമല്ല, അർത്ഥം അറിഞ്ഞ് ചൊല്ലുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അറിഞ്ഞ് ചൊല്ലാമല്ലോ. അതുകൊണ്ട് അത് ഞാൻ എഴുതുതാ മക്കളെ, അത് മുമ്പ് ഒത്തിരി വർഷത്തിന് മുമ്പ് എഴുതുതാ. ജഗദമ്മ മക്കളെ, എൻ്റെ കീർത്തനം പാടിയത് ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ മക്കൾ പാരായണത്തിന്, അമ്പലത്തിൽ പാരായണത്തിന് പോകുമ്പോൾ, ഭാഗവത പാരായണത്തിന് ഇപ്പോഴും പോകുന്നുണ്ടോ? അപ്പോൾ എൻ്റെ നാമങ്ങളൊക്കെ ഞാൻ എഴുതിയൊക്കെ അവിടെ ചൊല്ലുന്നെന്ന് കേട്ടതിൽ വളരെ വളരെ സന്തോഷം. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളു. നമുക്ക് ഈശ്വരങ്കിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്താ ഉള്ളത്? ഭക്തിപരമായ കുറേ കാര്യങ്ങളാണ്, ഈ ലോകത്തിലുള്ളതല്ല. അത് നമ്മൾ വെറും കൈയോടെ വന്ന് വെറും കൈയോടെ തന്നെ പോകും. പക്ഷേ നമ്മൾ ഈ കിട്ടുന്ന നേട്ടങ്ങൾ, ഇത് ആത്മീയമായ നിർവൃതി, ഇതൊക്കെ ആനന്ദമാണ്. അതാണ് സ്വർഗീയ അവസ്ഥ. നമുക്ക് ഭൂമിയിൽ തന്നെ സ്വർഗം എന്ന് പറയുന്നത് എന്താ? ആനന്ദ നിർവൃതിയാണ്, സുഖം, സമാധാനം, ശാന്തി. അത് ആർക്കുണ്ടാവും? അതാണ് സ്വർഗം. അപ്പോൾ ഭൂമിയിൽ നമുക്ക് സ്വർഗം ആക്കാം. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇതിന് ഒരുങ്ങണം. ഇത് നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവർക്കൂടെ പങ്കിട്ട് കൊടുക്കണം. അത് ഉള്ള അറിവിനനുസരിച്ച് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ആരൊക്കെയോ എവിടേക്കോ അറിയാനുണ്ടെന്ന് നമുക്ക് അറിയാം, ആരുടെ കയ്യിലും കിട്ടുന്നില്ല. നമ്മളാൽ ഒക്കുന്ന ഒരാൾക്കെങ്കിലും നമുക്ക് നേടാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ? എല്ലാവർക്കും അത് അവരവർക്ക് ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യാമെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് വിശപ്പുള്ളവനാണ് ആഹാരം കൊടുക്കാൻ. അപ്പോൾ ആത്മീയമായ വിശപ്പ് ചിലർക്ക് കാണും, നമ്മൾ അറിയത്തില്ല. അങ്ങനെ ഈശ്വരൻ പറയുന്നു അത് തന്നെയാണ്. നമുക്ക് ഇപ്പം നല്ല നല്ല ആഹാരം, വിഭവസമർത്ഥമായ ആഹാരം നമ്മളതിൽ ഇല്ലെങ്കിലും ഒരു വിശന്ന് വരുന്ന ഒരാൾക്ക് ഉള്ളത് ഇപ്പം അങ്ങ് ഉള്ളതുപോലെ കൊടുക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പം നമുക്കുള്ള ഇത് വലിയ അറിവ് അല്ലെങ്കിൽ പോലും നമുക്ക് ഉള്ളതിനെ നമുക്ക് പങ്കിട്ട് കൊടുക്കണം മക്കളെ. അതുകൊണ്ട് മക്കൾക്കും മറ്റുള്ളവർക്കും ആർക്കെങ്കിലൊക്കെ നമ്മൾ ഇപ്പോൾ നല്ല സൗകര്യങ്ങളുണ്ടല്ലോ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ. അതുകൊണ്ട് എല്ലാവരും അറിയട്ടെ. കിട്ടാത്തവർക്ക്, കണ്ണുള്ളവനെ ഇത് കാണൂ. കർത്താവ് പറഞ്ഞിട്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. അതുപോലെ ഞാൻ പറയുന്നു, കണ്ണുള്ളവൻ കാണട്ടെ. ആർക്കാണ് കണ്ണുള്ളത് ഇത് കാണാൻ? അവർക്ക് ചിലപ്പോൾ അത് കിട്ടാൻ നോക്കിയിരിക്കും. പല മക്കളും മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ട്, അയ്യോ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് അമ്മയുടെ ഈ പാരാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ. അതുപോലെ ആരൊക്കെയോ എവിടേക്കോ ദാഹിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിർമ്മല പവിത്രൻ, വിഷ്ണുപ്രിയ, ജഗദമ്മ മക്കളെ, എൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ പാടുന്നത് സന്തോഷം. താരാ മനോജ് സുഖമാണെന്ന് ചോദിച്ചു മക്കളെ, സന്തോഷം, സുഖമുണ്ട്. ഗീത, ഡൽഹിയിൽ നിന്ന് കമൻസ് വന്ന മക്കളെ, നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, അത് എഴുതി എന്നെ വിളിക്കുക. സന്തോഷം. എൻ്റെ ഭാഗവതം കേട്ടതിൽ വളരെ വളരെ അകമഴിഞ്ഞ സന്തോഷം വന്നമ്മയെന്ന് പറഞ്ഞു. സന്തോഷം മക്കളെ, എനിക്ക് അതുപോലെ സന്തോഷം. ബിന്ദുമോഹൻ, നിർമ്മല രമേഷ്, ഗീതാ നായർ. ഇനി ഒരുപാട് മക്കൾ കാണും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടുന്നില്ല, എല്ലാ വീഡിയോസും എടുത്ത് നോക്കി. കാരണം ഇടയ്ക്കിടയ്ക്കാണ് ഇത് നിങ്ങൾ ഇടുന്നതുകൊണ്ട് എനിക്കതല്ല എല്ലാം ഒന്നിച്ച് വന്ന് കിടക്കുന്നില്ല. ഇപ്പം എന്ത് കുഴപ്പമെന്ന് എനിക്കും അറിയാൻ വയ്യ. ഫോണിൻ്റെ കുഴപ്പമാണോ
അറിയാൻ വയ്യ. അതോ ഇനി ഇതിനകത്ത് സ്ഥലമില്ലാഞ്ഞിട്ടാണോ? 3 കമൻറ്റ്സ് ഇത് കിടക്കത്തുള്ളൂ. പിന്നെ ഞാൻ അതിന് ഇങ്ങനെ ഇടാൻ നേരത്ത് വേറെ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവർക്കും എന്താ സന്മനസ്സും സമാധാനം എന്ന് പറഞ്ഞതുപോലെ ശാന്തിയും സന്മനസ്സുള്ളവർക്ക് സമാധാനമുണ്ട്. അതാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി ഈശ്വരനെ ആരാധിക്കാൻ എല്ലാവർക്കും ഇടയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭാഗവതം വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചുകൊണ്ടിരുന്നത് ബ്രഹ്മസ്തുതിയാണ്. ബ്രഹ്മാവിൻ്റെ അജ്ഞാനം കൊണ്ട് കണ്ണ് കാണാൻ ഇരുട്ട് കയറി ഭഗവാനെ പരീക്ഷിക്കാനുള്ള അറിവില്ലായ്മ കൊണ്ട് ആണ് ഭഗവാനെ രക്ഷിക്കണേ, എൻ്റെ ഒരു മകനെന്ന് കരുതി എന്നെ രക്ഷിക്കണമേ ഭഗവാനെ ദയാനിധേ എന്നൊക്കെ പ്രാർത്ഥിക്കുവാണ് ബ്രഹ്മാവ്. കാരണം ഒരു മരപ്പാവ പോലെ അയാളൊരു കുഞ്ഞിനെ പോലെ ഒന്നും അത്രമാത്രം ദുഃഖത്തോടുകൂടി സഹിക്കാൻ മേത്ത നാണക്കേടും എല്ലാം ആയിപ്പോയി ഭഗവാന്റെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ. അദ്ദേഹം ഭഗവാനെന്ന് പരീക്ഷിക്കാൻ നോക്കിയതാണ് പശുക്കളെയൊക്കെ മറച്ചു പിടിച്ചത്. അവസാനം അദ്ദേഹം നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ മറച്ചു പിടിച്ച പശുക്കൾ അതുപോലെ കാണുന്നു. ബാക്കി ഭഗവാൻ നിർമ്മിച്ച പശുക്കൾ നോക്കിയപ്പം അത്ഭുതം, ഇത്രയും ഉണ്ടോ, അത്ര ആണോ, അയാളെ അത്രേ കാണിച്ചുള്ളൂ. എന്നിട്ടോ സർവ്വതും വിഷ്ണു രൂപികളായി കണ്ടു. എല്ലാ പശുക്കളും കുട്ടികളും ഗോവന്മാരും വേറെ ബ്രഹ്മാവ് എല്ലാം വിഷ്ണു രൂപമായിട്ടും വിഷ്ണു ഭഗവാന്റെ ഇടത്തും വലത്തും ഭൂമി ദേവി ഒരുപാട് 2 ദേവിമാരും ഇങ്ങനെ എല്ലാം ഒന്നുപോലെ നിൽക്കുന്ന 4 കരങ്ങളുമായിട്ട് ഗദ പങ്കജം ഇതൊക്കെ ആയിട്ട് ഇതെല്ലാം കണ്ടപ്പോൾ അയാൾ ഭയന്നു പോയി. അവസാനം നിർമ്മിച്ച ബ്രഹ്മാവ് ഇദ്ദേഹത്തിനെ ഓടിച്ച് അവസാനം ഒരു മരപ്പാവ പോലെ ചെന്ന് ആരോരുമില്ലാത്ത ഒറ്റയ്ക്ക് നിന്ന് അനാഥനെ പോലെ നിന്ന് വിഷമിച്ച് ദുഃഖിച്ച് അവസാനം ഭഗവാനെ പ്രാർത്ഥിക്കുക. ഒരിക്കലും തീരാത്ത പ്രാർത്ഥനയാണ് ബ്രഹ്മസ്തുതി. നമ്മൾ 2 ദിവസത്തിന് മുമ്പാണ് വായിച്ചത്. അത് ഇപ്പോഴും അയാൾ പ്രാർത്ഥിക്കുക. എന്താ പറയുന്നത്? അദ്ദേഹം ചെറ്റല്ല ഭേദം നമ്മിൽ എത്രയും വളരെ ഉണ്ട്. അറിവില്ലാത്തൊരജ്ഞാനി ഞാൻ, അസാരജ്ഞൻ ഞാൻ, ഒരു അറിവില്ലാത്തൊരജ്ഞാനിയായിപ്പോയി. ചെറ്റല്ല ഭേദം, നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ബ്രഹ്മാവ് ഇവിടെ കിടക്കുന്നു, ഭഗവാൻ എവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് വളരെ വളരെ അകലമുണ്ട് നമ്മൾ തമ്മിൽ. അത് അറിവില്ലാതെ ആയിപ്പോയി. ഞാൻ അസാരജ്ഞൻ, ഒന്നുമില്ലാത്ത ഒരജ്ഞാനി. പുത്രനാം ഇവൻ അറിയാതെ ചെയ്ത അപരാധം ചിത്തത്തിൽ അഖിലജ്ഞനായ നീ അറിഞ്ഞു ഉള്ളിൽ ഒക്കെയും ക്ഷമിക്കണം. ഇന്ന് കാരുണ്യം കലർന്ന് ഉൾക്കാവിൽ അനുഗ്രഹിക്കണമേ ദയാനിധി. അങ്ങയുടെ പുത്രനെന്ന് കരുതി ഇതിനെ രക്ഷിക്കണമേ എന്ന് അദ്ദേഹം പറയുന്നു. കാരണം പിതാവും മാതാവും അല്ലേ മക്കളുടെ കുറ്റവും കുറവും അത് മാറ്റി കൊടുക്കാൻ പറ്റൂ. അവർക്കുള്ള ഉള്ളിൽ അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും മക്കൾ എത്ത് ചെയ്താലും വിഷമം, കാരണം അടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാം. പക്ഷെ എന്ന് കരുതി ക്ഷമിക്കും, അമ്മയും അച്ഛനും ക്ഷമിക്കും. അതുപോലെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്ത അപരാധം ക്ഷമിക്കണമേ പുത്രൻ എന്ന് കരുതി. പിതാവിൻ്റെ പുത്രൻ നാഭിയിൽ ജനിച്ച താമരയിൽ ഉത്ഭവിച്ച ബ്രഹ്മാവ് മകനാണല്ലോ. അതുകൊണ്ട് ഇത് ക്ഷമിക്കണമേ. ചിത്തത്തിൽ അഖിലജ്ഞനായ, അത്രമാത്രം അഖിലജ്ഞനാണ് ഭഗവാൻ. അങ്ങനെ ഉള്ള അങ്ങ് ഒക്കെയും ക്ഷമിക്കണമേ. പുത്രനാം ഇവനെന്നറിയാതെ ചെയ്ത അപരാധം അങ്ങനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദയാനിധേ. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. ഇവിടം വരെ നമ്മൾ ഇന്നലെ വായിച്ചത്. ഗർഭക കരചരണപ്രയോഗങ്ങൾ കൊണ്ട് ഗർഭിണി തനിക്കുള്ളിൽ വേദന ഉണ്ടെങ്കിലും തൽസുതൻ പുനരുടൻ ഉത്ഭവിച്ചിടുന്നേരം മത്സരം മാതാവിനുണ്ടാകയില്ല ഒരിക്കലും. ഒരു ഉദാഹരണമാണ്. അതായത് ഇദ്ദേഹം ഒരു പുത്രൻ എന്ന് കരുതി ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ഉദാഹരണം, നമ്മൾ ഗർഭിണികളാകുമ്പോൾ കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടന്ന് കാലും കൈയും കരചരണം, കാലുകൊണ്ടും കൈ കൊണ്ടും തൊഴിക്കും നമ്മുടെ ഉള്ളിനകത്ത്. അപ്പം നമുക്ക് വേദന ഉണ്ടാകും. ഗർഭിണിക്ക് ഒരമ്മയ്ക്ക് വേദന ഉണ്ടാകും എന്ന് കരുതി ആ കുഞ്ഞ് ഉത്ഭവിക്കുമ്പോൾ, ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ മത്സരം മാതാവിനുണ്ടാകുമോ? അതായത് കുട്ടി ഉള്ളിൽ കിടന്ന് ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്നുള്ള മനസ്സ് അന്നേരേ അങ്ങ് പോവത്തില്ലേ? നമ്മൾ ആ കുട്ടി ജനിച്ചു വരുമ്പോൾ നീ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് നമുക്ക് തോന്നൂ, ഒരമ്മയ്ക്കത് തോന്നൂ. അതുപോലെ അതുകൊണ്ട് മത്സരം മാതാവിനുണ്ടാകയില്ല, ഒരിക്കലും അങ്ങനെ വരത്തില്ല. പ്രസവിച്ച് കഴിയുമ്പോൾ ആ വേദന പോലും നമ്മൾ അങ്ങ് മറന്നു പോകും. ആ കുഞ്ഞിനെ കാണുമ്പോൾ എത്രമാത്രം വേദന അനുഭവിച്ചാലും അതിൽ കൂടി എന്തൊക്കെ ദുരിതങ്ങൾ വന്നുവെച്ചാൽ അത്രമാത്രം എന്തൊക്കെയാ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ പല പല രീതിയിലാണ് ഒരു പ്രസവം. അങ്ങനെ ആയാൽ പോലും നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് വേദനയുണ്ടോ ആ കുഞ്ഞിനെ കാണുമ്പോൾ? അതുപോലെ ഇദ്ദേഹം പറയുന്നു, അതുകൊണ്ട് അങ്ങയുടെ മകനെന്ന് കരുതി. അപ്പം മാതാപിതാക്കളല്ലേ ഈ കുറ്റം ക്ഷമിക്കാൻ പറ്റൂ. അതാണ് ഈ ഉദാഹരണം. ഒരു ഗർഭിണിയുടെ ഉള്ളിൽ കിടന്ന് കൈയും കാലും കുഞ്ഞിട്ടടിക്ക് വേദന ഉണ്ടാകും. പക്ഷേ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ മത്സരം മാതാവിനുണ്ടാകുമോ? അതാണ്
തൽപ്രകാരേണ പുനരെന്നുടെ ബഹുദോഷം എപ്പേരും ഒരുപാട് ദോഷം അനേക ദോഷങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് ഈ ബ്രഹ്മാവിന്. അതുകൊണ്ട് പുനരെന്നുടെ ബഹുദോഷം തൽപ്രകാരേണ അതുപോലെ ഈ മാതാവ് എങ്ങനെയാ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ എന്തെങ്കിലും വൈരാഗ്യം ആ തള്ളയ്ക്കുണ്ടോ അതുപോലെ തൽപ്രകാരേണ അതുപോലെ പുനരെന്നുടെ ബഹുദോഷമെപ്പേരും ക്ഷമിച്ചു കൊള്ളണമേ ജഗൽപതേ. അങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു കുഞ്ഞെന്ന് കരുതി അമ്മയും മാതാവും പിതാവും ക്ഷമിക്കുന്നത് പോലെ എൻ്റെ ഈ ദോഷങ്ങൾ ഒരുപാട് ദോഷമെല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ. കൽപ്പാന്ത ജലാശയത്തിങ്കൽ ജഗത്തെല്ലാം ഉൾപ്പൂവിൽ അടക്കിക്കൊണ്ട് ഏകാന്ത ആനന്ദം പൂണ്ട് നിത്യവും യോഗാഭ്യാസ നിദ്രയാ ശയിച്ചിടും ഉത്തമാത്മാവാൻ തവ നാഭി പത്മജനായ പുത്രന് പിരിഞ്ഞിരുന്നിടരുതെന്നുള്ളതോർത്തത്രേ തൽപത്മേ തന്നെ നിത്യവും വസിക്കുന്നു. ഭഗവാൻ പരമാത്മാവായ നാരായണൻ ജലത്തിൽ പാലാഴിയിൽ എങ്ങനെയാ കൽപ്പാന്ത ജലാശയം ലോകം പ്രളയമാകുമ്പോൾ ഈ ജഗത്തിലുള്ള സർവ്വതും ഭഗവാൻ ഉദരത്തിൽ വസിക്കുന്നു, എല്ലാം വഹിച്ചെടുക്കും. നമ്മളെ മൊത്തം എന്തൊക്കെ ഉണ്ടോ ഈ ത്രിലോകത്തിൽ അത് മൊത്തവും ഭഗവാൻ വഹിക്കുന്നു. ഭഗവാന്റെ ഉദരത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നു, ഉള്ളിൽ അടക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ അങ്ങനെയാ. എന്നിട്ട് അടക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഏകാന്ത ആനന്ദം കൊണ്ട് നിത്യം യോഗാഭ്യാസ നിദ്രയാ ശയിച്ചിടും. എല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക് വഹിച്ചിട്ട് ഭഗവാൻ ഉള്ളത്തിൽ ആനന്ദം കൊണ്ട് യോഗനിദ്ര ആയി കിടക്കും, ശയിക്കും, അങ്ങനെ കിടക്കും. എത്ര നാൾ പ്രളയം കിടക്കുന്നു അത്രയും നാൾ ഭഗവാൻ ഇങ്ങനെ ആനന്ദം കൊണ്ട് ഉള്ളത്തിൽ പരമാത്മാവ് ലയിച്ച് ശയിക്കുന്നു, യോഗനിദ്രയായി കിടക്കുന്നു, വെള്ളത്തിൽ ശയിക്കുന്നു. ഉത്തമാത്മാവാൻ തവ നാഭിപത്മജനായ അങ്ങനെയുള്ള ഉത്തമാത്മാവായിരിക്കുന്ന ഭഗവാന്റെ തവ അങ്ങയുടെ നാഭിപത്മജനായ പുത്രന്, ഈ ബ്രഹ്മാവാണല്ലോ പുത്രൻ, നാഭിയിലുണ്ടായ അങ്ങനെയുള്ള പുത്രന് പിരിഞ്ഞിരുന്നിടരുതെന്നുള്ളത് ഓർത്തത്രേ തൽപത്മേ തന്നെ നിത്യവും വസിക്കുന്നു ഇദ്ദേഹവും. പുത്രനെ പിരിഞ്ഞിരിക്കാൻ വേണ്ടി ഭഗവാന്റെ നാഭിയിലത്രേ ഞാനും വസിക്കുന്നു. ത്വൽപ്രഭാവേന വാഴും അല്പജ്ഞൻ തന്നെ കനിഞ്ഞെപ്പോഴും അനുഗ്രഹിക്കണമേ ദയാനിധേ. ത്വൽപ്രഭാവേന അങ്ങനെയുള്ള ഭഗവാന്റെ തന്നെ പ്രഭയാലാണ് ഇവിടെ ഇദ്ദേഹം വാഴുന്നത്, അല്ല ഇദ്ദേഹത്തിൻ്റെ ചുണയല്ല. ഭഗവാന്റെ അങ്ങയുടെ പ്രഭാവേന, അത് ഭഗവാന്റെ പ്രഭ കൊണ്ട് വാഴും അല്പജ്ഞൻ, ഈ ഞാൻ അല്പജ്ഞനാണ്. അങ്ങനെ അല്പജ്ഞൻ തന്നെ കനിഞ്ഞ് അങ്ങുള്ള എന്നെ കനിഞ്ഞ് എപ്പോഴും അനുഗ്രഹിക്കണമേ ദയാനിധി. ഭഗവാന്റെ പ്രഭയാൽ തന്നെയാണ് അവിടുത്തെ നാഭിയിൽ ഞാനും വസിക്കുന്നത്. അത് ഭഗവാന്റെ കൃപയോടും പ്രഭയോടും കൂടിയാണ്. അത് അല്പജ്ഞനാണ്, എനിക്ക് യാതൊരു അറിവുമില്ല ദയാനിധി, അതുകൊണ്ട് എല്ലാം ക്ഷമിക്കണമേ. നിൻ തിരുവടി തിരുവുള്ളത്തിൽ തന്നെ തെളിഞ്ഞന്തരാത്മാനന്ദേന നിത്യവും വസിക്കുന്നു. എന്നിട്ട് പറയുന്നു ഭഗവാൻ തിരുവടി, നിൻ തിരുവടി തിരുവുള്ളത്തിൽ, ഭഗവാന്റെ ഉള്ളത്തിൽ തന്നെ തെളിഞ്ഞ് പ്രകാശിച്ച് അന്തരാത്മാനന്ദേന നിത്യവും വസിക്കുന്നു. ഭഗവാൻ നിത്യവും എങ്ങനെ ഉള്ളത്തിൽ, ഭഗവാന്റെ ഉള്ളത്തിൽ ഭഗവാൻ തന്നെ ലയിച്ച് ആനന്ദിച്ച് അത്രത്തോളം ശോഭയോടുകൂടി തെളിഞ്ഞ് വസിക്കുന്നു. ഭഗവാൻ അപ്പോഴെന്താ? ബ്രഹ്മാവെന്താ? ഭഗവാൻ എന്താ? അപ്പോൾ പരമാത്മാവ് എല്ലാം പ്രളയത്തിലെ സർവത്തിനെയും വഹിച്ചുകൊണ്ട് അന്തരാത്മാനന്ദ ഉള്ളത്തിൽ തന്നെ ആനന്ദിച്ച് യോഗനിദ്രയിൽ ഭഗവാൻ ശയിക്കുന്നു. ചിന്താ സൗഖ്യേന നിന്റെ നാഭി പങ്കജത്തിങ്കിൽ സന്തതം പിരിയാതെ ഞാനും അങ്ങിരിക്കുന്നു. ചിന്താ സൗഖ്യേന ഭഗവാൻ ആനന്ദലഹരിയിൽ ഉള്ളത്തിൽ തന്നെ, ഭഗവാന്റെ തിരുവുള്ളത്തിൽ തന്നെ ഭഗവാൻ ആനന്ദിച്ച് രമിച്ചു, ആനന്ദത്തിൽ മുഴുകി, എന്താ പറയുക, യോഗനിദ്രയിൽ ശയിക്കുമ്പോൾ ഇദ്ദേഹം എന്താ ചെയ്യുന്നു? ചിന്താ സൗഖ്യേന, അദ്ദേഹം എന്താ ഇങ്ങനെയുള്ള ലയമല്ലോ ഉണ്ടോ? ബ്രഹ്മാവല്ലേ. അപ്പോൾ ചിന്താ സൗഖ്യേന നിന്റെ നാഭി പങ്കജത്തിങ്കിൽ, ഭഗവാന്റെ നാഭി പങ്കജത്തിങ്കിൽ, അത് താമരയിൽ സന്തതം എപ്പോഴും പിരിയാതെ ഞാനും അങ്ങിരിക്കുന്നു. ഭഗവാൻ ഉള്ളിൽ തന്നെ തന്നെ ലയിച്ച് ആനന്ദിച്ചിരിക്കുന്നു, സർവ്വതും വഹിച്ചുകൊണ്ട്, ഈ ലോകത്തിലുള്ള സർവ്വതും വഹിച്ചുകൊണ്ട്. ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ താമരയിൽ ചിന്താ സൗഖ്യേന നിത്യം അങ്ങിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ വ്യത്യാസം എന്താണ്? ഭഗവാന്റെ വ്യത്യാസം എന്താണ്? എത്രമാത്രം അന്തരമുണ്ട്? ഇതാണ് അദ്ദേഹം തന്നെയും മനസ്സിലാക്കി പറയുക. സമ്പ്രതി പുനരതുകൊണ്ട് ഓരോ നാമങ്ങളും അൻപോട് നിനക്കും ഉണ്ട്, എനിക്കും ചൊല്ലിയിടുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഭഗവാൻ ജലത്തിൽ പ്രളയകാലത്ത് സർവത്തിനെയും വഹിച്ചുകൊണ്ട് ജലത്തിൽ കിടക്കൊണ്ട് ഭഗവാന് ഓരോ നാമങ്ങൾ എല്ലാവരും കൊടുത്ത്, എന്താ അതാണ് അദ്ദേഹത്തിനും കൊടുത്തു. ആരാ? അൻപോട് നിനക്കും ഉണ്ട്, എനിക്കും. ബ്രഹ്മാവിനും നാമം പേരുണ്ട്, ഭഗവാനും പേരുണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ സമ്പ്രതി പുനർ അതുകൊണ്ട്
ഓരോ നാമങ്ങളും അൻപോട് നിനക്ക് അത് ഭഗവാനും ഉണ്ട്, എനിക്കും ബ്രഹ്മാവിനും ചൊല്ലിയിടുന്നു. എന്താ? സർവസാക്ഷികനാകും നിൻ തിരുനാമാമൃതം സർവസമ്മതം നാരായണൻ എന്നത് തന്നെ. അപ്പോൾ എന്താ ഭഗവാന്റെ നാമം? പേര് നാരായണൻ. നാരം ജലം, ജലത്തിൽ ശയിക്കുന്നത് കൊണ്ട് ഭഗവാന് നാരായണൻ, നാരായണൻ എന്നുള്ള പേര് വന്നു. അത് സർവത്തിനും സാക്ഷിയാണ് ഭഗവാൻ. സർവത്തിനും സാക്ഷിയാകുന്ന നിൻ തിരുനാമാമൃതം, സാക്ഷിയാകുന്ന ഭഗവാന്റെ പേര് നാമ അമൃതം. അമൃതമാകുന്ന ആ നാമം സർവസമ്മതം, സർവർക്കും സമ്മതം. നമ്മളെല്ലാവരും ഭഗവാൻ എന്താ? നാരായണ എന്നാ പറയുന്നത്. നാരദ മഹാമുനി നാരായണ നാരായണ എന്നാ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാന് നാരായണൻ എന്നത് തന്നെ സർവദാ നാരായണനായിരുന്ന അതുകൊണ്ടും സർവലോകരാൽ പരിപാഠമായി കീർത്തിക്കുന്നു. അതുകൊണ്ട് സർവദാ എപ്പോഴും ഭഗവാൻ നാരായണനായിരിക്കുന്നു. എങ്ങനെയാ? നാരം ജലം. സർവ്വസമയത്തും ഭഗവാൻ ജലത്തിൽ കഴിയുന്നത് കൊണ്ട്, പാലാഴിൽ വസിക്കുന്നത് കൊണ്ട്, സർവദാ എപ്പോഴും അങ്ങനെ ആയതുകൊണ്ട് സർവലോകരാൽ സർവരും എന്ത് പറയുന്നു? പരിപാഠമായി കീർത്തിക്കുന്നു. നമ്മൾക്ക് പാഠം കിട്ടി നാരായണ 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 എന്ന്. അതാണ് ഭഗവാന്റെ യഥാർത്ഥ നാമം. പാലാഴിൽ വസിക്കുന്ന ഭഗവാൻ നാരായണൻ. അതാണ് എല്ലാവർക്കും പാഠമാക്കി വെച്ചേക്കുക. നമ്മളെല്ലാവരും പാഠമാക്കി വെച്ചേക്കുക, അത് പഠിച്ചു വെച്ചേക്കുക. അതാണ് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ നാരായണൻ എന്ന് കീർത്തിക്കുന്നു. സർവേഷാം നൃണാം ആത്മവാസം കൊണ്ടെന്നു ചിലർ. സർവാത്മാവാക കൊണ്ടും സർവസാക്ഷിത്വം കൊണ്ടും സർവജന്തൂനാം സർവാശ്രയമാം നാരങ്ങളിൽ സർവാത്മാവാകും തവാ അയനശായിത്വം കൊണ്ടും ചൊല്ലുന്നോരവരോരോന്ന് കൽപ്പിച്ചുള്ളിൽ എല്ലാ ജാതിയും നാരായണനെന്നെല്ലാം കൊണ്ടും. അങ്ങനെ ഭഗവാൻ എല്ലാ ജാതിയും ആരുണ്ടോ അവരൊക്കെ ഭഗവാനെ നാരായണൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സർവത്തിൻ്റെ ആത്മാവാണ്. എല്ലാ ജീവനിലും ഭഗവാനുണ്ട്. പരമാത്മാവിൻ്റെ അംശം സർവത്തിലുണ്ട്. സർവ ആത്മാവാകൊണ്ടും ഭഗവാൻ എപ്പോഴെന്താണ്? സർവത്തിൻ്റെ ആത്മാവാണ്. സർവത്ത് സാക്ഷിയാണ്, എല്ലായിടത്തും സാക്ഷിത്വം വഹിക്കുന്നു. അതുകൊണ്ടും സർവജന്തുവിന സർവ ആശ്രയമാണ്, സർവജന്തുക്കളും ആശ്രയമാണ് ഭഗവാൻ. അതുകൊണ്ട് നാരങ്ങൾ വെള്ളത്തിൽ ജലത്തിൽ എന്താ? സർവാത്മാവാകും. അങ്ങനെയുള്ള സർവാത്മാവാകുന്ന ഭഗവാൻ തവാ അയന ശായിത്വം കൊണ്ടും, അതായത് ജലത്തിൽ അങ്ങനെ ശയിക്കുന്നത് കൊണ്ടും ചൊല്ലുന്നോരവരവരോരോന്ന് കൽപ്പിച്ചുള്ളൂ. ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോരുത്തർ ഓരോ പേരുകൾ ചൊല്ലുന്നോരവരവരോരോന്ന് കൽപ്പിച്ചുള്ളിൽ എല്ലാ ജാതിയും നാരായണൻ എന്നെല്ലാം കൊണ്ടും സൂക്ഷ്മമായതുകൊണ്ടെന്ന് ആർക്കുമേ ചൊല്ലിടുവാൻ ഓർക്കില്ല ഉറപ്പേതുമെന്ന് വന്നിരിക്കുന്നു. എല്ലാ ജാതിയും ഭഗവാനെ എന്താ? നാരായണൻ എന്നെല്ലാം കൊണ്ടും സൂക്ഷ്മമായി, ഇതെന്നാൽ സൂക്ഷ്മമായിട്ട് നോക്കി എന്നാലോ കൊണ്ടെന്ന് ആർക്കുമേ ചൊല്ലിടുവാനോ ഓർക്കിലില്ല ഉറപ്പ് ഏതുമെന്ന് വന്നിരിക്കുന്നു. എന്നാൽ വലിയ ഉറപ്പും മറ്റുള്ളവർക്ക് ഇല്ല എന്ന സൂക്ഷ്മമായത് കൊണ്ടെന്ന് ആർക്കുമേ ചൊല്ലിടുവാനോ ഓർക്കലില്ല ഉറപ്പ് ഏതും എന്ന് വന്നിരിക്കുന്നു. നാരങ്ങൾ അയനങ്ങളാകയാൽ എല്ലാം കൊണ്ടും പേരിതു നാരായണൻ എന്നതേ പറയേണ്ടു. നാരങ്ങൾ അയനങ്ങളാകയാൽ, അത് ഈ ജലത്തിൽ കഴിയുന്ന അയനം ഗതി, ജലത്തിലെ ഗതി കൊണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് ആകയാൽ എല്ലാം കൊണ്ടും ഭഗവാന്റെ പേര് നാരായണൻ എന്നതേ പറയേണ്ടു. കാരണം അതാണ്. എന്താ നാരായണൻ എന്ന് പറയാനുള്ള കാരണം? ജലത്തിൽ പാലാഴിൽ ഭഗവാൻ വസിക്കുന്നത് കൊണ്ടാണ്. ത്വന്നാഭിപത്മോ ഉത്ഭവവാസം കൊണ്ടും. അപ്പോൾ ഭഗവാന്റെ നാഭിയിൽ, ത്വന്നാഭിച്ച ഭഗവാന്റെ നാരായണന്റെ നാഭി പത്മോത്ഭവനാണ് ബ്രഹ്മാവ്. അങ്ങനെ വസിക്കുന്നത് കൊണ്ടും നീരജോത്ഭവൻ എന്നുണ്ട് എന്നെയും ചൊല്ലിടുന്നു. അപ്പോൾ എനിക്കും ഒരു പേര് വന്നു. അപ്പോൾ ഭഗവാനെ എന്താ? നാരങ്ങളിൽ, അതായത് ജലത്തിൽ വസിക്കുന്നത് കൊണ്ട് ഭഗവാനെ നാരായണൻ എന്ന് വിളിക്കുന്നു. എന്നെ എന്ത് വിളിക്കുന്നു? ബ്രഹ്മാവിനെ നീരജോത്ഭവൻ എന്നുണ്ട് എന്നെയും ചൊല്ലിടുന്നു. നീരം വെള്ളം രണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ അഹങ്കാരം വന്നത്. ഭഗവാന് വെള്ളത്തിൽ നിന്നാണ്, ഇദ്ദേഹത്തിന് നീരജോത്ഭവൻ. അപ്പം നീരിനകത്താണല്ലോ എന്തോ പത്മജൻ, താമര. അപ്പോൾ രണ്ടു പേർക്കും ഒരുപോലൊരു പേരിൻ്റെ ഒരു അംശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാവാം അദ്ദേഹത്തിന് ഈ അഹങ്കാരം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേരും ഒന്നുപോലെ തുല്യം വന്നല്ലോ എന്നൊരു കരുതലുണ്ട് മനസ്സിൽ. ഭഗവാന് നാരായണൻ വെള്ളത്തിൽ പാലാഴിൽ വസിക്കുന്നത്, ഞാനും താമര വെള്ളത്തിലല്ലേ വളരുന്നത്. അപ്പോൾ എനിക്ക് നീരജോത്ഭവൻ എന്ന് പേര് വന്നു. അപ്പോൾ രണ്ടുപേർക്കും തുല്യമല്ലേ, ഞാനും ഭഗവാനും ഒന്നുപോലെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ആർക്കാണ് മഹിമ എന്ന് കാണാൻ
പശുക്കളെ ഗോവന്മാരെയൊക്കെ അങ്ങ് മറച്ചു വെച്ച് കാണാം നമുക്ക് കൃഷ്ണൻ്റെ മഹിമ എത്ര ഉണ്ടെന്ന്, ശക്തി ഉണ്ടോ ഇതറിയാനുള്ളൊരു പരീക്ഷണം. ഇപ്പം എന്തായി മാറി? അപ്പോൾ എനിക്കും വന്ന് എന്താ നീരജോത്ഭവൻ എന്ന് തന്നെ ഉണ്ട്, എന്നെയും ചൊല്ലിട്ട് എൻ്റെ പേരും എല്ലാവരും നീരജോത്ഭവൻ എന്ന് പറയുന്നു. ദൂരം എത്രയും ഭാരമുണ്ട് ഇവിടെയും നമ്മിൽ ആരാനും ധരിക്കാവതല്ല നിൻ മഹിമൾ. അത്രമാത്രം ദൂരം ഇവിടെയും ഉണ്ട്. അത് അദ്ദേഹത്തിന് മനസ്സിലായി. നീരജോത്ഭവൻ വെച്ചാൽ എന്താണ്? താമരയിൽ അദ്ദേഹം വസിക്കുന്നത്, ഭഗവാൻ പാലാഴിയിലാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെയും അന്തരം ഒരുപാടുണ്ട്. ഭഗവാന്റെ നാഭിയിൽ സുഖമായിട്ട് കുത്തിയിരുന്നാൽ മതി, പങ്കജത്തിനകത്തിരുന്നാൽ മതി. ഭഗവാൻ അങ്ങനല്ല, ഭഗവാൻ പാലാഴിയിലാണ് വസിക്കുന്നത്, അനന്തശയനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുപാട് അന്തരമാണ്. ഒരു അമ്മയുടെ മടിയിലിരിക്കുന്ന ഒരു കുഞ്ഞിന് വല്ലതും പേടിക്കണോ? പക്ഷെ വഹിച്ചേക്കുന്ന ആരാണ്? ഭഗവാനല്ലേ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചെന്താണെന്ന് പറയുക, എന്നെ നീരജോത്ഭവൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഭഗവാനെ നാരായണെന്നല്ലേ വിളിക്കുന്നത്. രണ്ടുപേരും വെള്ളത്തിനകത്താണല്ലോ. ഓരോ അംശം ഒരു അല്പമൊക്കെ പേര് വന്നിട്ടുണ്ടല്ലോ ഒരുപോലെ. അതാണ് ഇദ്ദേഹത്തിന് അഹങ്കാരം. അതുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് നാരങ്ങൾ അയനങ്ങളാകയാൽ എല്ലാം കൊണ്ടും പേരിതു നാരായണൻ എന്നതേ പറയേണ്ടു. കാരണം അതാണ് അതിൻ്റെ കാരണം. നാഭി ഭഗവാന്റെ നാഭി പത്മോ ഉത്ഭവവാസം കൊണ്ട്, ഭഗവാന്റെ നാഭിയിൽ താമര ഉത്ഭവിച്ചത് കൊണ്ടും നീരജോത്ഭവൻ എന്ന് എന്നെ കൊണ്ട് എന്നെയും ചൊല്ലിയിടുന്നു. ഇല്ല, അറിവിലത്തെ പൊടി കുഞ്ഞുങ്ങളടക്കാൻ ഇദ്ദേഹം. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു പേര് വന്നു. പേരിനകത്ത് എന്താ? അതുകൊണ്ട് ഇദ്ദേഹം അങ്ങ് വലിയ ആളായി. ദൂരം എത്രയും ഭാരമുണ്ട് ഇവിടെയും നമ്മിൽ ആരാലും തിരിക്കാവതല്ല നിൻ മഹിമകൾ. ഇവിടെ അന്തരമുണ്ട്, ഒരുപാട് അകലമുണ്ട് ഭഗവാനും ബ്രഹ്മാവുമായിട്ട്. അതുകൊണ്ട് ആരാലും ഇത് തിരിക്കാവതല്ല, അറിയാവതല്ല ഭഗവാന്റെ മഹിമകൾ. നീ ജലത്തിങ്കിൽ സത്തായി ഉണ്ടെന്ന് കൽപ്പിച്ചു ഞാൻ രാജീവ നാളത്തോടെ പോയി നൂറ്റാണ്ട് അന്വേഷിച്ചേൻ. അപ്പോൾ ഭഗവാൻ ജലത്തിങ്കിൽ സത്തായി ഉണ്ടെന്ന് മനസ്സ് കൽപ്പിച്ചുകൊണ്ട് ഈ രാജീവ നാളത്തൂടെ, താമരയുടെ നാളമുണ്ട് തണ്ട് പോലെ, ആ നാളത്തിനകത്തൂടെ അയാൾ 100 വർഷം അയാൾ ആരാ എന്തെന്നറിയാൻ വയ്യ. എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു ഇദ്ദേഹത്തിന് ഒരു പിടിയില്ല. അച്ഛൻ ആരാ അമ്മ ആരാ ഒരു പിടിയും അറിയാത്തതുകൊണ്ട് ഇദ്ദേഹം 100 വർഷം ഇങ്ങനെ ആ നാളത്തിനകത്തൂടെ, താമരയുടെ തണ്ടിനകത്തൂടെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ പോയി അന്വേഷിച്ച് പോയി 100 വർഷം. കണ്ടതില്ലതെങ്കിൽ നിന്ന് അപ്പോഴുടൻ വീണ്ടുകൊണ്ട് നിന്നതാ ഹൃദയസ്ഥനെന്ന് ഉറച്ചിങ്ങ് സന്തതം ആത്മാവെങ്കിൽ ധ്യാനിച്ചേൻ പലകാലം. അങ്ങനെ 100 ആണ്ട് തിരക്കി നടന്നിട്ട് ഒന്നും കാണാഞ്ഞപ്പോൾ എന്ത് വന്നു? തിരിച്ചു വന്ന് ഹൃദയസ്ഥനെന്ന് ചിന്തിച്ചു. വീണ്ടും എടുത്തതെന്താ? ധ്യാനിച്ചു. അങ്ങനെ പോയിട്ടൊന്നും കാണാഞ്ഞപ്പോൾ, ആരെയും കാണാഞ്ഞതുകൊണ്ട് തിരിച്ചു വന്ന് കണ്ടതില്ലാഞ്ഞ് അപ്പോഴത് പെട്ടെന്ന് ഉടൻ തന്നെ വന്ന് നിന്നത് ഹൃദയസ്ഥനെന്ന് ഉറച്ചിങ്ങ്, ഹൃദയത്തിലേക്ക് സന്തതം ആത്മാവിങ്കിൽ, എപ്പോഴും ആത്മാവിങ്കിൽ ധ്യാനിച്ചേൻ പലകാലം. അപ്പം ഒരുപാട് നാൾ പിന്നെന്ത് ചെയ്തു? ധ്യാനത്തിലിരുന്നു ബ്രഹ്മാവ്. അങ്ങനെ ഒരുപാട് നാളിരുന്നപ്പോൾ അന്തരാത്മനെ കണ്ടതില്ല. ഞാൻ അവിടെയും ആരെയും കണ്ടില്ല. ഉള്ളത്തിൽ നോക്കിയിട്ട് ധ്യാനിച്ചിട്ടും കണ്ടില്ല. അദ്ദേഹത്തിന് സംഭ്രമമായി തുടങ്ങി, വിഷമമായി തുടങ്ങി, ഭക്തി വർദ്ധിച്ചു തുടങ്ങി. കാരണം ആരെങ്കിലും വേണ്ടേ ഒരു സഹായത്തിന്? നോക്കുമ്പോൾ ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളു. ഭഗവാന്റെ നാഭിയിൽ പങ്കജത്തിലിരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ആരെയും കാണാൻ പറ്റുന്നില്ല. ഭഗവാൻ അനന്തശേഷ വെള്ളത്തിനകത്താ. ഇദ്ദേഹം ആ നാഭിയിൽ നിന്ന് പൊങ്ങി നാളത്തിലൂടെ വന്ന പങ്കജത്തിലിരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ആരിൽ എവിടെ എങ്ങനെ ഇരിക്കുന്നൊന്നും ഒരു പിടിയില്ല. അദ്ദേഹം നോക്കുമ്പോൾ അതിൻ്റെ അകത്തൂടെ തണ്ടിൽ കൂടെ പോകുമ്പോൾ എന്താ, തണ്ടിൻ്റെ അറ്റം വരെ പോകുമ്പോഴൊന്നും 100 വർഷം തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടന്നു, അതിൽ കൂടെ സഞ്ചരിച്ചു. പക്ഷെ ആരെയും കണ്ടില്ല. ഇത് എൻ്റെ ഒരു ഊഹമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അവസാനം എന്ത് വന്നു? മടുത്തിട്ട് വന്ന് ഹൃദയസ്ഥനെന്ന് ഉറച്ച് അദ്ദേഹം അന്തരാത്മാവിൽ, സ്വന്തം ആത്മാവെങ്കിൽ ധ്യാനിച്ചു. പലകാലം ധ്യാനിച്ചു. അന്തരാത്മനി കണ്ടതില്ല ഞാൻ, അവിടെയും എൻ്റെ ഉള്ളത്തിലും ഞാൻ കണ്ടില്ല. പിന്നെയും ഭക്തിയാ മനക്കാമ്പ് സംഭ്രമിച്ചു ഞാൻ. അപ്പോഴദ്ദേഹത്തിന് വിഷമം. നമ്മളിതെന്താ ഞാനിങ്ങനെ പറയുന്നത്? നമുക്ക് അനുഭവം അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ഇതായിരിക്കുമെന്ന് നമുക്കന്ന് പറഞ്ഞു തരാൻ ആളില്ല. ഇദ്ദേഹം സംഭ്രമിച്ചു, ഞാനും സംഭ്രമിച്ചു. ഞാൻ ഉരുണ്ടു. ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ പലരും ഇങ്ങനെ വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ ബ്രഹ്മാവും സംഭ്രമിച്ച് എന്താ ചെയ്തത്? ഭക്തി. അങ്ങനെ ഭക്തി അങ്ങ് വന്ന് മനക്കാമ്പ് നിറച്ച് സംഭ്രമം ഉണ്ടായി. എന്താ ഒരു രക്ഷയില്ലാത്തൊരു എത്തുമടിയില്ലാത്തൊരു വെപ്രാളവും ഒരു എന്താ പറയുക, അതിന് ഒരു മനസ്സിന് അത്രമാത്രം ഇളക്കവും എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. അത്രമാത്രം ഒരു വിങ്ങലും വിഷമവും ഒക്കെ ഇവരുടെ സംഭ്രമം.
അപ്പോൾ അവൻ ഒരുപാട് നാൾ ധ്യാനിച്ചിട്ട് കാണാഞ്ഞപ്പോൾ അങ്ങ് മുട്ടിപ്പായി വന്ന് കണ്ടതില്ല ഞാൻ അവിടെയും. പിന്നെയും ഭക്തിയാ മനക്കാമ്പ്, അത്രമാത്രം ഭക്തിയോടുകൂടി മനക്കാമ്പ് ഹൃദയത്തിൽ സംഭ്രമിച്ചു ഞാൻ. നിന്നള ഉടനെ കാണായി വരികയും ചെയ്തു, നിന്നുടെ കാരുണ്യമുണ്ടായി വരിക കൊണ്ട്. അപ്പോൾ സംഭ്രമിക്കണം നമ്മൾ വെപ്രാളം, നമ്മൾ എന്താ അതിന് പറയുന്നേ, വെള്ളം കുടിച്ച് മുങ്ങി മരിക്കാൻ അങ്ങേറ്റം ആകുന്നത് പോലെ അതുപോലുള്ള അവസ്ഥയല്ല ഇത്. എനിക്കത് പറയാൻ അറിയത്തില്ല, അത് വന്ന് വരുമ്പോഴേ അറിയാം. നമ്മൾ ഉരുളിയും കരയും നിലവിളിക്കും ഒക്കെ ഒരു എത്തും വിളിയില്ലാത്ത കണക്കായിരിക്കും. അങ്ങനെ ഒരു ഏങ്ങലും ഹൃദയമൊത്തവും പൊട്ടുന്ന വിഷമവും വേദനയും എല്ലാം കൂടെ വരുന്നൊരു അവസ്ഥയാണ്. അങ്ങനെ വന്ന് ഉരുണ്ട് കരഞ്ഞ് വന്നെങ്കിൽ അപ്പോൾ ഇദ്ദേഹവും ഒന്നും കാണാഞ്ഞപ്പോൾ ധ്യാനിച്ചിട്ടും കിട്ടാഞ്ഞപ്പോൾ ഭക്തി കൊണ്ട് മനക്കാമ്പ് അങ്ങ് വിഷമിച്ച് സംഭ്രമിച്ചു ഞാൻ നിന്നളവ്. അങ്ങനെ നിന്നപ്പോൾ ഉടനെ കാണായി വരികയും ചെയ്തു. എന്താ കണ്ടത്? ഭഗവാന്റെ കാരുണ്യം ഉണ്ടായി വന്നതുകൊണ്ടാണ്. ഇത്രയും സംഭ്രമം വന്നെങ്കിലേ നമുക്ക് ആർക്കും കാണാൻ പറ്റൂ. സംഭ്രമം വെച്ചാൽ അത് ഒന്നൊന്നര സംഭ്രമമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അവസ്ഥ വന്നേ അറിയൂ. അനുഭവം വന്നെങ്കിൽ അത് പറയാൻ പറ്റൂ. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം അപ്പോഴുണ്ടാകും. അങ്ങനെ സംഭ്രമിച്ച് മുട്ടുവിൻ തുറക്കപ്പെടും. മുട്ടി അങ്ങേറ്റം വന്നാലേ തുറക്കപ്പെടത്തുള്ളൂ. അതുവരെ ഭഗവാൻ അനങ്ങത്തില്ല. അത്രമേൽ ഇനി ഒക്കത്തില്ല, ഇനി അതിനപ്പുറത്തേക്ക് ഇല്ല എന്നൊരു സംഭ്രമമാണ്. അപ്പോൾ ഭഗവാൻ അവിടെ തുറക്കും, ഭഗവാൻ അവിടെ പ്രത്യക്ഷമാവും. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം അവിടെ വന്നു. കാരുണ്യം ഉണ്ടായി വരികയാൽ അത് എന്നിയെ പുനരാർക്കും കണ്ടുകെട്ട്. അതില്ലെങ്കിലോ അവ ഇവിടം വരെ വായിക്കണം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടായി വരിക, അതുകൊണ്ടാണ് കണ്ടത്. അത് എന്നിയേ, അതില്ലെങ്കിലോ അത് രണ്ടാമത്തെ വാക്കാണ്. അത് ചേർത്ത് ഇങ്ങനെ വായിക്കുക. കാണായി വരികയും ചെയ്തു, നിങ്ങളുടെ കാരുണ്യം ഉണ്ടായി വരികയാൽ അത് എന്നിയെന്ന് പറയരുത്. അപ്പോൾ കാരുണ്യം ഉണ്ടായി വരിക, അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹം കണ്ടത്. ഭഗവാന്റെ കാരുണ്യമല്ലേ കാണാൻ പറ്റത്തില്ല. അത് എന്നിയേ, അങ്ങനെ കാരുണ്യം ഇല്ലെങ്കിൽ എന്നിയേ, അത് എന്നിയേ. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ പുനരാർക്കും കണ്ടുകിട്ടുകയില്ല. ഭഗവാന്റെ കാരുണ്യം എങ്ങനെ ഉണ്ടാവും? മുട്ടണം, വേദനിക്കണം, വിഷമിച്ച് അങ്ങേ അറ്റപ്പെടണം. അപ്പോഴാണ് ഭഗവാന്റെ കാരുണ്യം ചൊരിയുന്നത്. അതാണ് അപ്പോഴേ നമുക്ക് പ്രത്യക്ഷമായി കാണാം. അതുവരെ ഭഗവാൻ അടങ്ങിയിരിക്കും, ഒന്നും അനങ്ങത്തില്ല. അപ്പോൾ ഈ ബ്രഹ്മാവിനും അങ്ങനെ കാണാൻ പറ്റി. ഇതൊക്കെ ഇവിടെ പറയുന്നതാണ്, അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം പറയുന്നതാണ്. അങ്ങനെ എന്ത് ചെയ്യും? എന്നിയേ, അല്ലാതെ ഭഗവാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ പുനരാർക്കും കണ്ടുകിട്ടുകയില്ല. നിന്നുടെ കാരുണ്യം ഉണ്ടെന്ന് വന്നിടുന്നാകിൽ അന്നേരം അവിടെ കാണായി വരും അഖിലവും. അപ്പോൾ എന്താ? ഭഗവാന്റെ കാരുണ്യം ഉണ്ടായാൽ നമുക്ക് ഭഗവാനെ മാത്രമല്ല സർവ്വതും കാണാം, ലോകം മൊത്തവും നമുക്ക് കാണാം. ഇവിടെ ഭഗവാന്റെ അമ്മയായ വളർത്തമ്മയായ യശോദാമ്മയ്ക്ക് സർവ്വതും ഉണ്ണി നീ മണ്ണ് തിന്നോ, അവസാനം പറയും നീ വാ തുറക്ക് ഞാൻ നോക്കട്ടെ, ശരിക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അപ്പോൾ ഭഗവാനും വിചാരിച്ച് അമ്മയല്ലേ, സ്നേഹ വാത്സല്യം കൊണ്ടല്ലേ എന്നാൽ മൊത്തവും കാണട്ടെന്ന് പറഞ്ഞ് ഭഗവാൻ ഈ ലോകം മൊത്തവും ത്രിലോകം മൊത്തവും അമ്മയെ കാണിച്ചു. അതുപോലെ ആണ് ഇവിടെ അന്നേരം അവിടെ കാണാൻ വരും അഖിലവും. ഭഗവാന്റെ കാരുണ്യം വേണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റൂ. അങ്ങനെ കണ്ട ഒരുപാട് മക്കൾ ലോകത്തുണ്ട്. അതുകൊണ്ട് ഇത് ചിലർക്ക് വെറുതെ എന്ന് പറയുന്നത് എന്താ? ഇപ്പം ജ്യോതിഷം തന്നെ ചിലർ പറയും കള്ളത്തരം. പക്ഷേ ജ്യോതിഷത്തെ പറ്റി അറിയുന്നവർക്കറിയാം അത് സത്യമായ കാര്യമാണെന്ന്. അത് എൻ്റെ അച്ഛനും അറിയാം, അങ്ങനെ എനിക്ക് അനുഭവങ്ങൾ അറിയാം. അതുകൊണ്ട് ചിലർക്ക് ഇങ്ങനെ അജ്ഞാനികൾ അറിവില്ലായ്മ കൊണ്ട് അയ്യോ ഭഗവാനെ പ്രത്യക്ഷമാകാനൊന്നും പറ്റത്തില്ല, ഇങ്ങനെ വെറുതെ വെറും വാക്കങ്ങ് പറഞ്ഞ് കളയും. അതുകൊണ്ട് മക്കളെ, അങ്ങേയറ്റത്തെ നിലപാടാകുമ്പോൾ ഈശ്വരൻ പ്രത്യക്ഷമാകും. സത്യമായ കാര്യമാണ്, ഞാൻ കള്ളം പറയത്തില്ല, അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അപ്പം ഇവിടെ തൊട്ട് ഇനി അടുത്ത ദിവസം ദൈവം അനുവദിക്കുന്നെങ്കിൽ വായിക്കാം. അത് ജനനിയാം നന്ദനന്ദനിക്ക് ഭഗവാനെ കാട്ടിക്കൊടുത്താണ് ഇനി പറയുന്നത്. കാരണം അങ്ങനെയാണ് ഈശ്വരൻ വിചാരിച്ച ഭഗവാന്റെ കാരുണ്യം വേണം ഏത് രീതിയിലായാലും. ഇവിടെ അമ്മ എന്നുള്ള നിലപാടിൽ ഭഗവാനെ അത്രത്തോളം വാത്സല്യത്തോടു കൂടി വളർത്തിയത്, ആ ഒരു സ്നേഹം വെച്ച് ആ കാരുണ്യം കൊണ്ടാണ് യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം വരണം. കാരുണ്യം കിട്ടാനുള്ള ഏതെങ്കിലും വകുപ്പ് നമ്മളിൽ വേണം. ഒന്നുകിൽ മറ്റുള്ള പ്രവൃത്തികളിലായാലും എല്ലാം ചെയ്ത് ഒരു ഉത്തമയായ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഈശ്വരന് തോന്നും തരക്കേടില്ല, എല്ലാം കൊണ്ടും എല്ലാ നന്മകളും ഉണ്ട്, നല്ല പ്രവൃത്തിയാണ്, എല്ലാം കൊണ്ടും കൊള്ളാം എന്ന് കാണും. ഭഗവാന്റെ കൃപ വരും. അപ്പോഴാണ് നമുക്ക് പ്രത്യക്ഷത്തെ ഭഗവാൻ കാണിച്ചു തരും. നമുക്ക് അത്രമാത്രം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.